നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മരുഭൂമിയിൽ കുടുങ്ങിപ്പോയ 3 സഞ്ചാരികളുടെ കഥയാണ്. നമ്മുടെ ബുദ്ധിശക്തിയും സത്യസന്ധതയും എപ്പോഴാണ് പരീക്ഷിക്കപ്പെടുക എന്ന് നിങ്ങൾക്കറിയുമോ? ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയെ എങ്ങനെ മറികടക്കാം എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പണ്ടൊരിടത്ത് അലി, ഉമർ, കാസിം എന്നിങ്ങനെ 3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ ഒരു കച്ചവടത്തിനായി ദൂരദേശത്തേക്ക് യാത്ര തിരിച്ചു. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും തീർന്നു. ഒടുവിൽ അവരുടെ പക്കൽ ആകെ ബാക്കിയുള്ളത് ഒരു റൊട്ടിക്കഷ്ണം മാത്രമായിരുന്നു. അത് ഒരാൾക്ക് മാത്രമേ തികയൂ. അവർ ഒരു തീരുമാനത്തിലെത്തി. നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങാം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആർക്കാണോ ഏറ്റവും നല്ല സ്വപ്നം കാണാൻ കഴിയുന്നത് അവന് ഈ റൊട്ടി നൽകാം. 3 പേരും സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ അവർ ഓരോരുത്തരായി സ്വപ്നങ്ങൾ വിവരിക്കാൻ തുടങ്ങി. അലി: ഞാൻ കണ്ടത് സ്വർഗത്തേക്കുള്ള ഒരു കോണിയാണ്. മനോഹരമായ മാലാഖമാർ എന്നെ അതിലേറ്റി. ഉമർ: ഞാൻ ഭൂമിയുടെ അറ്റം കണ്ടു. അത്ഭുതകരമായ സ്വർണ്ണ കൊട്ടാരങ്ങളും രത്നങ്ങളും നിറഞ്ഞ ലോകമായിരുന്നു അത്. എല്ലാം കഴിഞ്ഞപ്പോൾ കാസിം ശാന്തമായി പറഞ്ഞു: സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടത് വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ സുഹൃത്തുക്കളെല്ലാം സ്വർഗത്തിലും ദൂരദേശത്തിലും കൊട്ടാരത്തിലുമാണല്ലോ. പിന്നെന്തിനാണ് നീ അവരെ കാത്തു നിൽക്കുന്നത്? റൊട്ടി കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റു റൊട്ടി കഴിക്കൂ. അങ്ങനെ ഞാൻ രാത്രിയിൽ തന്നെ അത് കഴിച്ചു തീർത്തു. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷേ ഇതിലൊരു വലിയ സത്യമുണ്ട്. അലിയും ഉമ്മറും സ്വപ്നലോകത്ത് വിഹരിച്ചപ്പോൾ കാസിം ജീവിച്ചത് യഥാർത്ഥത്തിലാണ്, റിയാലിറ്റിയിൽ. ജീവിതത്തിൽ അവസരങ്ങൾ വരുമ്പോൾ അത് കണ്ടുപിടിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവർക്കാണ് യഥാർത്ഥ വിജയം. വെറും സ്വപ്നങ്ങൾ മാത്രം കണ്ട് ഇരുന്നാൽ നിശ്ചയമായും മറ്റൊരാൾ ആ അവസരം കൊണ്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കമൻറ്റിൽ എഴുതൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.